കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന വി ടി അബ്രഹാം പാസ്റ്റർ, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയ സണ്ണി സാറ്, കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരന്മാർ, സഹോദരിമാർ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ദൈവവചന പഠന ചിന്തയുടെ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ഇന്ന് നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ വചനത്തെ ധ്യാനിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ എബ്രായ ലേഖനത്തെ ആസ്പദമാക്കിയാണല്ലോ നമ്മുടെ പഠന ചിന്തകൾ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം നമ്മൾ കടന്നു വന്നത് എബ്രായ ലേഖനത്തിലെ മുന്നറിയിപ്പുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത്. ഒന്നാമത്തെ മുന്നറിയിപ്പ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും, എന്തുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷ എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. രണ്ടാമത്തേതാണ് നമ്മൾ ചിന്തിച്ചത്, നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്, കഠിനമാക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിത്തീർന്നത്. ആ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച് അവസാനിപ്പിക്കുവാനിടയായിത്തീർന്നത്. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് മോശയേക്കാൾ വലിയവനായ ക്രിസ്തുവിനെയാണ് 3-ാം അധ്യായത്തിൽ വരച്ചു കാട്ട് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. യഹൂദന്മാരുടെ അല്ലെങ്കിൽ യഹൂദ വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ച് ഒരു റിയൽ ഹീറോയാണ് മോശ എന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ അവിടെ എബ്രായ ലേഖൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ആ റിയൽ ഹീറോയെക്കാട്ടിലും ശ്രേഷ്ഠനായ ഒരു ഹീറോയാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പഠിപ്പിക്കുക. ഇത് പറഞ്ഞതിന് ശേഷം ലേഖകൻ ജനത്തെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ഹൃദയത്തെ എന്ത് ചെയ്യരുത്, കഠിനമാക്കരുത് എന്ന് പറയുകയുണ്ടായി. ഈ കഠിനമാക്കരുത് എന്ന് പറയുമ്പോൾ അവിടെ ലേഖൻ വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകരുത്. ഹൃദയം എന്ത് ചെയ്യരുത്, കഠിനമാകരുത്, ദുഷ്ടഹൃദയം ഉണ്ടാകരുതെന്ന് പറയുക. നമ്മൾ ആ വാക്യങ്ങൾ ഏറ്റവും അവസാനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു, അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ച് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. അവിടെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ദൈവവചനം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, അവിശ്വാസം എന്ന പാപം നിമിത്തം അവർക്ക് എവിടെ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല, സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ലേഖകൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾക്ക് എന്തുണ്ടാകരുത്, ദുഷ്ടഹൃദയം ഉണ്ടാകരുത് എന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനിടയായിത്തീർന്നു. ഇനിയും ഞാൻ വേഗത്തിൽ ഈ ദുഷ്ടഹൃദയത്തിൻ്റെ അല്ലെങ്കിൽ കഠിന ഹൃദയത്തിൻ്റെ കാരണങ്ങൾ 1-2 കാര്യങ്ങൾ ആ 3-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ വേഗത്തിൽ നിന്ന് ഓർപ്പിച്ച് ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത മുന്നറിയിപ്പിലേക്ക് ഇന്ന് രാത്രി കടക്കുവാനായിട്ട് ഞാൻ ദൈവനാമത്തെ ശരണപ്പെടുകയാണ്. 1-2 പോയിന്റ് എന്ന രീതിയിൽ വേഗത്തിൽ ആ ചിന്തകളെ ഓർപ്പിക്കുക. ഒന്നാമത്തെ ഈ കഠിനമായ ഹൃദയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് കലാപം അല്ലെങ്കിൽ റിബല്യനും അനുസരണക്കേടുമാണ് ദുഷ്ടഹൃദയത്തിൻ്റെ കാരണത്തിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഒന്ന് കലാപം അല്ലെങ്കിൽ റിബല്യൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനുസരണക്കേട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചത്, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ, അവിടെ നമ്മൾ കാണുന്ന റിബല്യൻ എന്ന പദമാണ് കാണുന്നത്, അല്ലെങ്കിൽ അവിടെ കലഹം എന്ന പദമാണ് കാണുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 95-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. 95-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യമാണ്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കാം. ആ വാക്യത്തിൽ ഇങ്ങനാണ് കാണുന്നത്, മെരീബയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കഠിനമാക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണുവാൻ കഴിയുന്നത്, എടുക്കണ്ട, പുറപ്പാട് പുസ്തകത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഈ ജനത്തെ മിസ്രയീമിൽ നിന്ന് അത്ഭുതങ്ങളിലൂടെ ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിക്കാനിടയായിത്തീർന്നു. 10 ബാധകൾ നമുക്ക് കണ്ടു. അതിനുശേഷം നമുക്ക് കാണുവാൻ ചെങ്കടലിനെ ദൈവം 2ആയി അവിടെ തരം തിരിക്കും നമുക്ക് കാണുന്നു. അതിനുശേഷം ജനത്തെ വളരെ അത്ഭുതകരമായി ദൈവം നടത്തുന്നതായി നമുക്ക് കാണുവാൻ. അതിനുശേഷം നമുക്ക് 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത്,
ജനത്തിന് എന്തില്ല? കുടിപ്പാൻ എന്തില്ല? വെള്ളം ഇല്ലാത്ത അവസ്ഥ. നിങ്ങൾ അതിൻ്റെ ആ ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറ അടിക്കണം, ഉടനെ ജനത്തിന് എന്ത് ചെയ്യും? കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. അടുത്ത പദം, അടുത്ത വാക്യങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. അവിടെ പറയാം, ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ എന്ത് ചെയ്തു? പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ അല്ലെങ്കിൽ പരീക്ഷ എന്നും മെരീബ എന്നും എന്ത് ചെയ്തു? പേരിട്ടു. അപ്പോൾ ഈ കഠിന ഹൃദയമാകാനുള്ള ഒരു കാരണം അവിടെ ലേഖകൻ പറയുക, കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഒന്നു മാറി അനുഭവിച്ച ദൈവജനം. പക്ഷേ ജീവിതത്തിൽ മറ്റൊരു പ്രശ്നം വന്നപ്പോൾ സംഭവിച്ചത്, ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ അവരാരെ പരീക്ഷിച്ചു. അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്തുണ്ടെന്നുള്ളതാ? ദുഷ്ട ഹൃദയം നമ്മളിൽ ഉണ്ട് എന്നുള്ളതാ. അതുകൊണ്ട് ലേഖകൻ അവിടെ വളരെ വ്യക്തമായി പറയുക, എവിടെയൊക്കെ കലഹമുണ്ടാകുന്നോ അവിടെ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷ്ടഹൃദയം നമുക്കവിടെ ഉണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. കർത്താവിനെ എവിടെയൊക്കെ നമ്മൾ പരീക്ഷിക്കാൻ ശ്രമിക്കുന്നോ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഏത് ഹൃദയമുണ്ട്? ദുഷ്ടഹൃദയമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് മിറക്കിൾ എന്ന് പറയുന്ന അവരുടെ ലൈഫ് സ്റ്റൈലാണ്. മിറക്കിൾ എന്ന് പറയുന്ന അവരുടെ ലൈഫ് സ്റ്റൈലാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കുന്ന ആഹാരങ്ങൾ പോലും അവരുടെ എന്താണ്? അത്ഭുതമായിട്ടാണ്. പക്ഷെ ഈ അത്ഭുതങ്ങളെല്ലാം കണ്ട ദൈവജനം ആരോട് കലഹിക്കാൻ തുടങ്ങി? ദൈവത്തോട് എന്ത് ചെയ്തു? കലഹിക്കുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കാൻ എന്ത് ചെയ്തു? തുടങ്ങി. അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് ലേഖകൻ പറയുന്നത്, അങ്ങനെ നിങ്ങൾ ദൈവത്തോട് കലഹിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ പരീക്ഷിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ഹൃദയമുണ്ടെന്നുള്ളതാ. അതുകൊണ്ട് ലേഖനോട് വളരെ വ്യക്തമായി നമ്മോട് മുന്നറിയിപ്പ് നൽകുക, ആ ദുഷ്ടഹൃദയം ആരിലുണ്ടാകരുത്? നമ്മളിൽ ഉണ്ടാകരുത്. എന്താ ദൈവജനത്തോട് പഠിപ്പിക്കുന്നത്? അത്ഭുതങ്ങളോട് ദൈവം ജനത്തെ ഇറക്കിയ ദൈവമാണ് എങ്കിൽ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രയാസങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അതിൻ്റെ പരിഹാരവും ആര് കണ്ടിട്ടുണ്ട്? ദൈവം കണ്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിന്റെ സാഹചര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആരെ ചോദ്യം ചെയ്യുക? ദൈവത്തോട് പരീക്ഷിക്കുക, ദൈവത്തെ ഒരു കലഹം കാണിക്കുക. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ലേഖനോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മൾ എന്തുണ്ടെന്നുള്ളതാ? ദുഷ്ടഹൃദയമുണ്ട്. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കാം. നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവവചനമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ചേർന്ന് പറ, അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഉണ്ട്. ഇപ്പം നമുക്കതൊരു ബിറ്റർനെസ് ആയി ഫീൽ ചെയ്താലും അതിനെ സ്വീറ്റ് ആക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം പാടിയ പോലെ പറഞ്ഞതുപോലെ നമ്മുടെ തലയിലെ ഒരു രോമം അത് താഴെ പോകണമെങ്കിൽ ആരറിയണം? ദൈവം അറിയണം. ദൈവം അറിയാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഞാൻ അതിനൊരു തെളിവും കൂടെ പറയാം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? യേശുവിനെ ഞാൻ എൻ്റെ സ്വന്തം രക്ഷിതാവും. അടുത്ത പദം എന്താ? എന്താ ഈ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം? കർത്തൃത്വം. എന്റെ കർത്തൃത്വം ഇനി ആരാ നടത്തുന്നത്? ദൈവമാണ് നടത്തുന്നത്. നമ്മൾ പറഞ്ഞതല്ലേ? നമ്മൾ പറഞ്ഞതാ എന്റെ കർത്തൃത്വം നടത്തുന്ന ആരാ? പക്ഷെ കർത്തൃത്വം നടത്തുന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും ജീവിതത്തിൽ പറയുന്ന പല സംഭവം കർത്തൃത്വം ആരാ നടത്തുന്നത്? നമ്മൾ ജീവിതത്തിൽ കർത്തൃത്വം നടത്തിയ സംഭവിക്കുന്നത് പലപ്പോഴും കലഹത്തിൽ കൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം, സ്തോത്രം. കർത്തൃത്വം ദൈവമാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ദൈവം നടത്തിയിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്, ദൈവത്തെ നമ്മൾ പരീക്ഷിക്കാൻ എന്ത് ചെയ്യരുത്? ദൈവത്തെ പരീക്ഷിക്കാൻ തുനിഞ്ഞോൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ഹൃദയം എന്ത് ഹൃദയമാ? ദൈവത്തോട് കലഹമുണ്ടാക്കാൻ ശ്രമിച്ചോ, അതിന്റെ അർത്ഥം എന്ത് ഹൃദയമുണ്ടെന്നാ?
അപ്പോൾ ദുഷ്ടഹൃദയത്തിന്റെ ഒരു കാരണമാണ് കലഹവും അനുസരണക്കേട് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ക്ഷമിക്കാത്ത കയ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എന്തുണ്ടെന്നാ. നിങ്ങൾക്ക് തെളിവ് തരാം. എബ്രായ ലേഖനത്തിൽ നിന്ന് കടന്നു വന്നേ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അവിടെ പറയാം, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും, അടുത്ത പദം ശ്രദ്ധിച്ചോണമേ, വല്ല കയ്പുള്ള വേരും മുളച്ച്. ഒന്നാമത്തെ പ്രശ്നം എന്താ നമ്മൾ പറഞ്ഞത്? കലഹം. ഇവിടെ അതേ പദം ഉണ്ടെങ്കിൽ കലഹമുണ്ടാക്കി അനേകർ അതിലാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന്, അത് അവിടെ ഞാൻ പറയുന്നില്ല, അവിടെ അവസാനിപ്പിക്കുക. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയോ വല്ല കയ്പോ. അപ്പോൾ ഒരു ദൈവ പൈതലിന് ആരോടെങ്കിലും കയ്പിന്റെ അനുഭവം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. എന്ത് ഹൃദയം ഉണ്ടെന്നാ? ഇനിയും നോക്കണം. ലേഖനോട് പറയുന്നൊരു കാര്യമുണ്ട്. കയ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവനിൽ ആരുടെ കൃപയില്ല? സ്തോത്രം. ആരോടെങ്കിലും പിണക്കം വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്ത് കൃപയില്ല? പക വെച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ എന്തില്ല? പക്ഷെ പറയും നമ്മൾ ആരാണെന്ന്, ദൈവമക്കളാണെന്ന്. ദൈവവചനം അങ്ങനല്ലേ പറയുന്നേ? ഇന്ന് നമുക്ക് സ്തോത്രമൊക്കെ ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഈ പദം അങ്ങനെയൊക്കെയാ പോകുന്നത്. നമുക്കിത് ഗുണീകരണത്തിനായേ മതിയാകുകയുള്ളൂ. നമുക്ക് യഥാർത്ഥത്തെ റിവൈവൽ ഉണ്ടാകണം. എന്താ യഥാർത്ഥ റിവൈവൽ എന്നറിയാമോ? ഒരു കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ടാകണം. ഇവിടെ ലേഖകൻ പറയുന്നു, നോക്കിക്കേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കയ്പുണ്ടായാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എന്തില്ല. അപ്പൊ സഹോദരനോട് കയ്പ് വെച്ചോണ്ടിരുന്ന് ഇവിടുന്ന് സ്തോത്രം പറഞ്ഞ ദൈവം കേൾക്കുവോ? ഒരാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തോട് ദേഷ്യം വെച്ചോണ്ടിരുന്ന ദൈവം കേൾക്കുവോ? പിന്നെ നമ്മൾ എത്ര സ്തോത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ അണ്ടർലൈൻ ചെയ്യണം. കർത്താവ് പറയുന്നൊരു കാര്യമാ. അവിടെ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നത്, അങ്ങനെ ഒരു കാര്യമുണ്ട് എങ്കിൽ നിങ്ങൾ എന്തില്ലെന്നുള്ളതാ. ഗിരിപ്രഭാഷണം നമ്മൾ പഠിച്ചപ്പോൾ ഒന്നും കൂടെ വളരെ വ്യക്തമായി പഠിച്ചു. സഹോദരനെ നിസാര എന്ന് വിളിച്ചാലും, അപ്പോൾ നിസാര എന്ന് വിളിച്ചാൽ പോലും നമ്മൾ എന്തിനു യോഗ്യരാ? ശിക്ഷയ്ക്ക്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, കുല ചെയ്യരുത് എന്നുള്ള പ്രമാണം എന്താണ് നിങ്ങൾക്ക് അറിയാം. പക്ഷേ യഹൂദനെ സംബന്ധിച്ച് അവൻ ആയുധമെടുത്ത് കുല ചെയ്യുന്നത് എന്തുള്ളായിരുന്നു? ആ ക്രിയ മാത്രമേ ഉള്ളായിരുന്നെന്ന് പറയുന്നത്. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിനെ കർത്താവ് പഠിപ്പിക്കാൻ പറയുക, ആ കുലയിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്താ? നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ കോപം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ സെറ്റിൽഡ് ആയ കോപം. ആ കോപം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തെന്നാ? കുല ചെയ്തെന്നാ. നമ്മൾ എന്ത് ചെയ്യുന്ന? അപ്പൊ കുല ചെയ്താൽ സ്വർഗ്ഗരാജ്യത്തിൽ പോവോ? നമുക്ക് പാരമ്പര്യം പറയാൻ ഇഷ്ടം പോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ ദൈവമക്കളെ, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ദൈവിക സ്വഭാവത്തോട് നമ്മൾ അടുക്കണം. അതിന് യാതൊരു കോംപ്രമൈസും ദൈവവചനം പറഞ്ഞിട്ടില്ല. ഒരു കോംപ്രമൈസും പറഞ്ഞിട്ടില്ല. ഞാനത് എന്നെ വെച്ച് പറയും. ഇത്രയെല്ലാം ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും ഞാൻ ഇത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ സ്വർഗ്ഗരാജ്യത്തിൽ കാണുകയില്ല. അത് ദൈവവചനത്തിന്റെ പ്രമാണത്തിന്റെ പ്രമാണമാണ്. പ്രമാണം വിട്ട് ദൈവം എന്ത് ചെയ്തില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഇമോഷനിലല്ല ദൈവം പ്രസാദിക്കുന്നത്. നിങ്ങൾ കേട്ടോ, നമ്മുടെ ഇമോഷനിലല്ല ദൈവം പ്രസാദിക്കുന്നത്. വ്യവസ്ഥ ആര് പാലിക്കുന്നു അവിടെ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവസഭ മടങ്ങി വരേണ്ടത് ഇമോഷനിലേക്കല്ല, ദൈവസഭ മടങ്ങി വരേണ്ട വ്യവസ്ഥയിലേക്കാണ്. ദൈവജനം മടങ്ങി വരേണ്ട ഇമോഷനിലേക്കല്ല, ദൈവജനം മടങ്ങി വരേണ്ട വ്യവസ്ഥയിലേക്കാണ്. വ്യവസ്ഥയിൽ നിന്നാൽ ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും.
എൻ്റെ മനസ്സിൽ വേഗത്തിൽ വന്നൊരു കാര്യമുണ്ട്. യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. നീതിമാന്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യം ഏലിയാവ് നമുക്ക് ഈ നീതിമാനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന അടുത്ത ആരെ കുറിച്ചാ? ഏലിയാവിനെ കുറിച്ചാ. പക്ഷെ നിങ്ങൾ പഴയ നിയമം പഠിച്ചാൽ കാണുന്നൊരു കാര്യമുണ്ട്. ഈ ഏലിയാവ് ഒറ്റയ്ക്ക് പ്രമാണമെടുത്ത് എന്ത് ചെയ്തു? നിന്നു. ആ കാലത്തെ രാജാവ് പറയുക, ഈ ദേശത്തിന്റെ മുഴുവൻ പ്രശ്നത്തിന് കാരണം നീ, നിന്റെ കുടുംബമാണ്. ഈ മനുഷ്യൻ എന്നാ ചെയ്തേ? ഈ മനുഷ്യൻ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. പ്രമാണത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്രമാണത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നിന്നപ്പോൾ അവനെ ആ ദേശം വിളിച്ച് എന്തായിട്ടാ? പ്രശ്നക്കാരനെന്നാ. പക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവം യാക്കോബിന്റെ കരത്തെ പരിശുദ്ധാത്മാവ് ചലിപ്പിച്ചപ്പോൾ ദൈവം വിളിച്ചൊരു പേരുണ്ട്. നീ പ്രശ്നക്കാരനല്ല, നീ നീതിമാനാ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കും, വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ മറ്റുള്ള മുൻപിൽ നിങ്ങൾ കുഴപ്പക്കാരനായി മാറുമെങ്കിലും ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ നീതിമാന്മാരായി മാറും. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറയാം. ഇപ്പോൾ കിട്ടുന്ന ബെനഫിറ്റ് അല്ല നമ്മുടെ റിവാർഡ്. മനസ്സിലായോ? ഇപ്പോൾ കിട്ടുന്ന ബെനഫിറ്റ് അല്ല നമ്മുടെ റിവാർഡ്. ഇപ്പോൾ കിട്ടുന്ന കൂട്ടുകെട്ടല്ല നമ്മുടെ റിവാർഡ്. മറിച്ച് നമ്മുടെ റിവാർഡ് അങ്ങ് സ്വർഗത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമക്കളെ, ആരോടെങ്കിലും എന്തെങ്കിലും കയ്പുള്ള വേരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് സെറ്റിൽ ചെയ്യണം. അത് ദൈവത്തിന്റെ എന്ത് ചെയ്യണം? നിങ്ങൾ ശ്രദ്ധിച്ചോ? കയ്പുള്ള വേരെന്നാ പറയുന്നത്. എന്താ ഈ കയ്പുള്ള വേര്? ഒന്ന് ദേഷ്യപ്പെട്ട് അന്നേരം അങ്ങ് പറയുന്നല്ല. ഈ കയ്പുള്ള വേരിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് തന്നെ ഗിരിപ്രാൻ സെറ്റിൽഡാ. ഇതിന് പ്രശ്നം എന്താണെന്നറിയാമോ? ഞാനും പാസ്റ്റർ പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ എണ്ണീറ്റും എല്ലാവരുടെ മുന്നേ വെച്ച് പറഞ്ഞു, പാസ്റ്റർ ക്ഷമ ചോദിച്ചു. ഞങ്ങൾ അങ്ങോട്ട് ക്ഷമ ചോദിച്ചു, എല്ലാം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞ് മറ്റൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എടുത്തു വയ്ക്കും, പണ്ട് ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ തന്നെ. 2 വർഷം മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്താ? ഞങ്ങൾ പബ്ലിക്കിൽ എന്ത് ചെയ്തവരാ? ക്ഷമ ചോദിച്ചവരാ. പക്ഷെ യഥാർത്ഥത്തിൽ ക്ഷമിച്ചോ? എനിക്ക് കിട്ടിയ മറ്റൊരു അവസരം ഞാൻ നന്നായി എന്ത് ചെയ്തു? ദൈവമക്കളെ, ഈ ഒരു ഹൃദയത്തിന് നമുക്ക് മാറ്റം ഉണ്ടായേ മതിയാവും. ഇങ്ങനൊരു ഹൃദയമുണ്ടെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ദൈവകൃപയുള്ള ഹൃദയമല്ല, അത് കഠിന ഹൃദയമാണ്. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഈ 3-ാം അധ്യായത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, റിപ്പീറ്റ് ചെയ്യുന്ന പദമാണ് ഇന്ന്. എന്താണെന്നറിയാമോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിച്ചേ മതിയാകൂ ദൈവമക്കളെ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? ഇറ്റ്സ് എ കോൾ ഫോർ അർജൻസി. അടുത്ത നിമിഷം എന്ന് പറയുന്നത് ആർക്കുള്ളതല്ല, നമുക്കുള്ളതല്ലെന്നേ. ഇങ്ങനെ ഞാൻ അടുത്ത നിമിഷം നിൽക്കുമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു ഗ്യാരണ്ടി ഉണ്ടേ പോകാവുള്ളൂ. ദുഷ്ടഹൃദയം എന്നിലുണ്ടെങ്കിൽ അത് സ്വർഗരാജ്യത്തിൽ കടക്കാൻ എനിക്ക് തടസ്സമാണ് എങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, അത് ഞാൻ ഇന്ന് രാത്രി സെറ്റിൽ ചെയ്യാൻ തയ്യാറാ. അത് ഞാൻ ബറി ചെയ്യാൻ തയ്യാറാ. അതിനോട് വിട പറയാൻ തയ്യാറാ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, അങ്ങനെ ദൈവത്തോട് നിലവിളിക്കുന്നതിന് പേരാ ദൈവത്തിന്റെ ബ്ലെസ്സിങ് ഇറങ്ങി വരുന്നത്. സഭ അങ്ങനെ പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചൊരു ക്രമീകരണത്തിലേക്ക് വന്ന്, ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം, ദൈവജനത്തെ ദൈവം തൊടാനിടയായി തീരും. ദൈവസഭയെ ദൈവം തൊടാനിടയായി തീരും. അവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത്, അവിടെ രോഗങ്ങൾ സൗഖ്യം മാറുന്നത്, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പോൾ ലേഖനോട് പറയുക, 2-ാമത്തെ കാര്യം പറയുക, ദുഷ്ടഹൃദയത്തിന്, കഠിന ഹൃദയത്തിന്റെ കാര്യം പറയുക. എന്താണെന്നറിയാമോ? അവൻ എന്തുണ്ട്? ക്ഷമിക്കാൻ കഴിയാത്ത കയ്പുള്ള വേരുണ്ട്. ഞാൻ മിനിങ്ങാത്ത ക്ലാസ്സിലാണെന്ന് പറഞ്ഞത്, മാനുഷികമായി നമുക്ക് പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്കൊന്നും, ശത്രുവിനെ സ്നേഹിക്കാനൊന്നും, സഹോദരനെ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ ഈഗോ കാരണം പലപ്പോഴും ക്ഷമിക്കാൻ കഴിയത്തില്ല.
പക്ഷേ പത്രോസിനോട് കർത്താവ് ചോദിച്ചതുപോലെ നീ ഇവരിൽ അധികമായി, നിങ്ങളുടെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുക, അത് നീ ഇവരിൽ അധികമായി. പത്രോസിനോട് കർത്താവ് പറയാം, പത്രോസെ, നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, നിനക്കെന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞാലും, നീ എന്നെ പ്രാഗിയാലും, നീ എന്നെ ശപിച്ചാലും, അങ്ങനെ ഒന്നും നിന്നെ ഇട്ടിട്ട് പോകുന്ന സ്നേഹമല്ല ദൈവത്തിന്റെ സ്നേഹം. ഈ സ്നേഹം എന്ന് പറയുന്നത് നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ തേടുന്ന സ്നേഹമാ. ദൈവമക്കളൊന്ന് അങ്ങനെ ഒരു കാലത്തെ കുറിച്ചൊന്ന് ആത്മാവിലൊന്ന് കണ്ടു നോക്കിക്കേ. എന്റെ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു കാലം നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. കയ്പുകൾ ഇല്ലാത്ത ഒരു സമയത്തെ കുറിച്ച് ചിന്തിച്ചു ചോദിക്കേ. നമ്മുടെ ഈഗോകൾ സറണ്ടർ ആകുന്ന ഒരു സമയത്തെ കുറിച്ച് ചിന്തിച്ചു ചോദിക്കേ. അങ്ങനെ ഒരു കാലം നമ്മുടെ സഭയ്ക്കകത്തേക്ക് വന്നാൽ ഇതിനകത്ത് എന്ത് റിവൈവൽ ഉണ്ടാകും? ഹല്ലേലൂയ. നമ്മുടെ ഇടുങ്ങിയ ചിന്തകളൊക്കെ ഒന്ന് മാറണം. നമ്മൾ ദീർഘവീക്ഷണത്തിൽ ആ ദൈവരാജ്യത്തിന്റെ ആ സമീപനം നമ്മുടെ സഭയ്ക്കകത്ത് കാണണം. ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നമ്മുടെ സഭയ്ക്കകത്ത് നമ്മൾ കാണണം. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇത് 50-ാമത്തെ വർഷമല്ലേ. 50-ാമത്തെ വർഷത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? ഒരു മടങ്ങി വരാം, എല്ലാത്തിന്റെ വീണ്ടെടുപ്പിന്റെ കാലഘട്ടമാ. ഞാൻ അതുകൊണ്ട് ആത്മാവിൽ ഒരു കാര്യം പറയാം, കർത്താവിനോട് പ്രാർത്ഥിച്ച്, കർത്താവേ, പണ്ടത്തെ പോലൊരു നല്ല കാലത്തിലേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് കുവൈറ്റ് സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങനെ ഒരു കാലത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ഷമിക്കാൻ കഴിയാത്ത കയ്പുള്ള വേര് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൃപയില്ല? ദൈവകൃപ. മറിച്ച് നമ്മളുള്ളത് എന്താ? ദുഷ്ടഹൃദയമാണ്. മൂന്നാമത്തെ കാര്യം എന്നറിയാമോ? അഭിമാനവും സ്വയപര്യാപ്തതയുമാണ് ദുഷ്ടഹൃദയത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത. അത് നിങ്ങൾക്കറിയണമെങ്കിൽ ഈ വാക്യങ്ങൾ തന്നെ കിടപ്പുണ്ട് അവിടെ. പ്രത്യേകിച്ച് ഒന്ന് സദൃശവാക്യത്തിലേക്ക് കടന്നു വന്നാൽ, സദൃശവാക്യം 16-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, ഞാൻ വായിക്കാം, നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നാൽ മതി. അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, 5-ാമത്തെ വാക്യത്തിൽ, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് എന്താകുന്നു? അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ കാര്യം, അഹങ്കാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഗർവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ എന്താ? ദുഷ്ട. എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നറിയാം. ഞാൻ മനസ്സിലാക്കാൻ വേറെ സിമ്പിളായ ഒരു ഭാഷ പറയാം. ഞാനെന്ന ഭാവം എനിക്കുണ്ടെങ്കിൽ, മനസ്സിലായെന്ന് വിശ്വസിക്കുക, ഞാനെന്ന ഭാവം എനിക്കുണ്ടെങ്കിൽ എന്നിൽ എന്താ ഉണ്ടെന്നാ? ദുഷ്ടഹൃദയം. ഞാൻ പറയുന്നതേ നടക്കാവൂ, ഞാൻ ചെയ്യുന്നതേ, അങ്ങനെ ഒരു ഭാവം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ദൈവകൃപയല്ല നമ്മൾ വ്യാപരിക്കുന്നത്. ദൈവസഭയെ പറ്റി പഠിപ്പിക്കുന്നത് ഒരു ശരീരമല്ലേ? നമ്മൾ ഏത് ശരീരമാ? ക്രിസ്തു എന്ന. അതിന്റെ തലയാരാ? ഒരു ശരീരത്തിന് പല അവയവങ്ങൾക്ക് എന്താ ഉള്ളത്? പല ഡ്യൂട്ടിയാ. വലത്തെ കൈ പറയുക, നാളെ മുതൽ ഞാനും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് ശരീരത്തെ മുഴുവൻ എന്ത് ചെയ്യും? വലത്തെ കൈ പറയുക, എന്നെയും കൊണ്ട് എല്ലാ കാര്യം ചെയ്യാവുള്ളെന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ഇത് തന്നെ നമുക്കും വേണ്ടത്. ഞാനെന്ന ഭാവം നമ്മൾ ഉണ്ടെങ്കിൽ എന്താ? ദൈവകൃപയല്ല നമ്മൾ ചലിക്കുന്നത്. ദൈവകൃപയല്ല നമ്മൾ ചലിക്കുന്നത്. അത് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുക. ദൈവകൃപയല്ലേ അല്ല. ഞാൻ നാട്ടിലൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടികൂട്ടിയാ പറയുന്നേ. ഇവിടെ കുറച്ചുകൂടെ മയത്തി പറയാം. എത്ര ഇതിനകത്ത് വന്ന് അന്യഭാഷ തുള്ളിച്ചാടിയാലും അതിനകത്ത് ദൈവം പ്രസാദിക്കുന്നൊന്നുമില്ല. ആത്മീകം പുറമേ കാണിക്കാനുള്ളതല്ല. അകം ക്ലിയറായ പുറത്തും വരും.
സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടായി യഥാർത്ഥ ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ ആത്മീയനാണ് അല്ലേ എന്നുള്ളത്. അതുകൊണ്ട് യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങളുടെ നാവിനെ നിങ്ങൾ കടിഞ്ഞാണിടാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ഭക്തി എന്താ? വ്യർത്ഥമാന്നേ. അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. നോക്കിയേ, യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. യാക്കോബിൻ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി. അവിടെ ഇങ്ങനെ പറയുന്നത് ഞാൻ വായിക്കാം. നിങ്ങൾ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാടാ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി എന്താ? അപ്പൊ യഥാർത്ഥ ഭക്തനാരാ? യഥാർത്ഥ ഭക്തനാരാ? നാവിനെ. അപ്പൊ നാവിനെ കടിഞ്ഞാടാതെ ഞാൻ എന്ന ഭാവത്തിൽ എന്തും പറയുന്നവൻ ആത്മീയമായ ആരാധനയാണോ? സ്തോത്രം, 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 സ്തോത്രം. എൻ്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നാട്ടിൽ നിന്ന് ഇയാൾ ഇത്രയും കയറി ഇവിടെ വന്നിട്ട് ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. ഇന്ന് ഇതേ പറയാനുള്ളൂ, ഇതേ പറയാനുള്ളൂ. ഞാൻ നാട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റേജ് വെച്ച് ഞാൻ പ്രസംഗിക്കാറില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോട് അക്കൗണ്ടബിൾ. നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ചെവിക്കും ഇഷ്ടപ്പെട്ട സന്ദേശം പറഞ്ഞിട്ട് പോയ ഞാൻ ദൈവസന്നിധിയിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാണിടാതെ നാം ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭക്തി അല്ലെന്ന്. ഹല്ലേലൂയ. പലപ്പോഴും ഈ ക്രിസ്ത്യാനികൾക്ക് പറ്റുന്ന എന്താണെന്നറിയോ? ഞാൻ 2 കാര്യങ്ങൾ എളുപ്പം പറയാറുണ്ട്. പലപ്പോഴും പാമ്പിന്റെ സ്വഭാവമാണ്. ഈ പാമ്പിന്റെ സ്വഭാവം എന്നാണെന്നറിയാമോ? പാമ്പിന്റെ സ്വഭാവം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ ഇതിന്റെ പുറത്തെ തോലൊക്കെ എന്ത് ചെയ്യും? ഉരിഞ്ഞെന്ത് ചെയ്യും? അത് കഴിയുമ്പോൾ പുതിയ തോലൊക്കെ, പക്ഷെ അകത്തെ വിഷം മാറത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അകത്തെ വിഷം എന്ത് ചെയ്യത്തില്ല. പുറമേ നോക്കുമ്പോൾ എന്താ സംഭവിച്ചത്? പഴയ തോലൊക്കെ പോയി, ഓൾഡ് സ്കിന്നൊക്കെ പോയി, എന്ത് ചെയ്തു? പക്ഷെ അകത്തെ വിഷം എന്ത് ചെയ്യത്തില്ല. സ്വതന്ത്രം, സ്വതന്ത്രം, സ്വതന്ത്രം. യഥാർത്ഥ ശിക്ഷൻ ആരാന്നറിയാമോ? അകം മാറണം. യഥാർത്ഥ വിശ്വാസി ആരെന്നറിയാമോ? അകം ചേഞ്ച് ആണോന്നേ. ദൈവമക്കളെ, അത് ശരിയല്ലെങ്കിൽ ദൈവവചനം തെറ്റാകണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ എന്താ? പഴയത് എന്ത് ചെയ്തു? അപ്പൊ പുതിയ സൃഷ്ടി ആയില്ല എങ്കിൽ അതിനർത്ഥം എന്താ? ഈ കഴുകന്റെയും പ്രത്യേകതയൊക്കെ തന്നെ. കുറെ നാൾ കഴിയുമ്പോൾ ശരീരത്തെ തൂലൊക്കെ എന്ത് ചെയ്യും? എത്ര കഴിഞ്ഞാലും പിന്നെയും പോകുന്ന ശവത്തിന്റെ അടുക്കിലേക്കാ. എത്ര മാറിയാലും പിന്നെയും പോകുന്ന എങ്ങോട്ടാ? നമ്മുടെ അകത്തെ വിഷം മാറണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അകം ക്ലിയർ ആകണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, യാക്കോബ് വളരെ വ്യക്തമായി പറയുക, തന്റെ നാവിനെ കടിഞ്ഞാണാത്തവൻ അവൻ യഥാർത്ഥത്തിൽ ആരല്ല. ഈ യാക്കോബിന്റെ ലേഖനം പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ലേഖനം. കാരണം ഒരു വിഷയം കഴിഞ്ഞാൽ അടുത്ത വിഷയത്തിലോട്ട് ഇങ്ങനെ ചാടി 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 പോകുന്നൊരു വ്യക്തിയാണ്. 3-ാം അധ്യായത്തിലേക്ക് വരും താൻ പിന്നെയും പറയുക, ഈ നാവിനെ താൻ പറയുന്നൊരു കാര്യമുണ്ട്. 2 കാര്യങ്ങളോട് താൻ മെറ്റഫറിക്കൽ ഉപയോഗിച്ചിട്ട് പറയുക. കുതിര എന്ന് പറയുന്നത് എന്താ? ശക്തിയുള്ള മൃഗമാ. പക്ഷെ ആ കുതിരയെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാ? കടിഞ്ഞാണിട്ടാ. എന്നിട്ട് പറയാ കപ്പൽ എന്താ? വലുതാ. പക്ഷെ ആ കപ്പലിനെ നിയന്ത്രിക്കുന്നത് എന്താ? ചെറിയ ചുക്കാൻകുണ്ട. ഇത് പറഞ്ഞിട്ട് പറയാ, നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ്. ഈ ചെറിയ നാവെന്ന തീ കൊണ്ട് വലിയ കാടെന്ത് ചെയ്യുക? നിങ്ങളെന്ന് മുന്നേ പ്രാക്ടീസ് ചെയ്ത് നോക്കേ. അധികം സംസാരിക്കാതിരുന്ന പ്രശ്നങ്ങൾ ബോധ്യം കുറയും. കുറെ എക്കെടുത്ത് മിണ്ടാതിരുന്നാൽ പകുതി പ്രശ്നം എന്ത് ചെയ്യും? അതുകൊണ്ട് ലേഖൻ പറയുക, യഥാർത്ഥ ഭക്തൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ എന്ന ഭാവം എന്ത് ചെയ്യണം? മാറണം. അവന്റെ നാവിനെ എന്ത് ചെയ്യണം? ഇല്ല എങ്കിൽ സംഭവിക്കും നമ്മളിലുള്ള ഏത് ഹൃദയമാ? കഠിന ഹൃദയമാ, ദുഷ്ട ഹൃദയമാ. പക്ഷെ പേരോ
പേരോ ദൈവവേദൻ എന്ന, വിശ്വാസി എന്ന, ക്രിസ്ത്യാനി എന്ന. ഞാൻ ഇന്ന് ഓർക്കുന്ന മുളക്കഴ സെമിനാരിയിൽ കുറച്ച് നാൾ മുമ്പ് ഒരു അമേരിക്കയിൽ നിന്ന് ഒരു ദൈവദാസൻ കടന്നു വന്ന് താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവസഭയ്ക്കകത്ത് വേണ്ടത് വിശ്വാസികളെ അല്ല, ദൈവസഭയ്ക്കകത്ത് വേണ്ട യഥാർത്ഥ ശിഷ്യന്മാരെയാണ്. നിങ്ങളുടെ അർത്ഥം മനസ്സിലായി എന്താന്ന്? ദൈവസഭയ്ക്കകത്ത് വേണ്ടത് വിശ്വാസികളെ അല്ല, ദൈവസഭയ്ക്കകത്ത് വേണ്ട ശിഷ്യന്മാരെയാ. എന്താ ശിഷ്യന്റെ പ്രത്യേകത എന്നറിയാമോ? ഗുരുവിന്റെ കാൽപാദങ്ങളെ അതുപോലെ എന്ത് ചെയ്യുന്നവരാ? ഫോളോ ചെയ്യുന്നവരാ. നമ്മൾ വിശ്വാസികളെ കൂട്ടാൻ വരുമ്പോൾ 100 വിശ്വാസികൾ 10 കാണത്തുള്ളൂ ശിഷ്യന്മാര്. അത് ആത്മീയ ലോകത്തിന്റെ പരാജയം. ഇന്ന് കർത്താവിനോട് ഒരു തീരുമാനത്തോടെ നമുക്ക് കടന്നു പോകാൻ കഴിയുക, വചനത്തിന് മുമ്പിൽ കർത്താവ് യഥാർത്ഥ ശിഷ്യനായി ജീവിക്കാൻ ഒരു കൃപ എനിക്ക് തരണമെന്ന്. കർത്താവിന്റെ പാദത്തെ, ആ കാൽപ്പാടുകളെ ഫോളോ ചെയ്യുന്ന യഥാർത്ഥ ശിഷ്യനാകണമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? സ്തോത്രം. ഇല്ല എങ്കിൽ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഠിന ഹൃദയം അല്ലെങ്കിൽ ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. അപ്പോൾ 3 പ്രധാനപ്പെട്ട ചിന്തകൾ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞു. എങ്ങനെയാണ് ദുഷ്ടഹൃദയം ഉണ്ടാകുന്നത് പറഞ്ഞു. ഇനി ഈ കഠിന ഹൃദയം ഉണ്ടായാൽ, ദുഷ്ടഹൃദയം ഉണ്ടായാൽ അതിന്റെ പരിണിത ഫലം എന്താ? കോൺസിക്വൻസ് എന്താ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ വേർപിരിയും. അതുകൊണ്ടാണ് യെശയ്യാവിന്റെ പുസ്തകം, ആരെങ്കിലും ഒന്നെടുത്ത് വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ ആരെങ്കിലും? നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഒന്നുകൂടെ വായിച്ചു. 1, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നമ്മെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുന്ന എന്താ? നമ്മുടെ അകൃത്യങ്ങൾ. രണ്ടാമത് നോക്കിക്കേ, നിങ്ങളുടെ പാപങ്ങൾ അത്രേ എന്ത് ചെയ്തിരിക്കുന്നത്? അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. 2 കാര്യങ്ങൾ അവിടെ പറയുന്നത്. 1, നിങ്ങളുടെ എന്താ? അകൃത്യം. എന്താ ഈ അകൃത്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം? അകൃത്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, അകൃത്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ശരിയായ പാതയിൽ നിന്നുള്ള പിന്മാറ്റത്തെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അകൃത്യം. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കർത്താവ് നമ്മുടെ ഇമോഷനിലല്ല പ്രസാദിക്കുന്നത്, മറിച്ച് എന്തിലാ? ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ എന്ത് ചെയ്യുന്നത്? അപ്പൊ അകൃത്യം എന്ന് പറയുന്നത്, ദൈവം നമ്മോട് സഞ്ചരിക്കാൻ ഒരു വഴി പറഞ്ഞു, ആ വഴിയിൽ നമ്മൾ സഞ്ചരിച്ചില്ല എങ്കിൽ അതിന്റെ പരിണിത ഫലം എന്താ? നമ്മെ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുക? കർത്താവിന്റെ വചനത്തിൽ നമ്മൾ നിന്നേ മതിയാകൂ ദൈവമക്കളെ. അതുകൊണ്ട് ഈ ലേഖനം തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു, പറഞ്ഞതിന്റെ അർത്ഥം ക്രിസ്തീയ ഓട്ടം നമുക്ക് ഓപ്ഷനലേ അല്ല. ഇത് നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഓടിയേ പറ്റൂ. അപ്പൊ ഓടി തീർക്കണമെങ്കിൽ കർത്താവ് പറഞ്ഞ പാതയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ശരിയായ പാതയിൽ പോയേ പറ്റൂ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സങ്കീർത്തനമാണ് 15-ാം സങ്കീർത്തനം. ഞാൻ വിശ്വസിക്കും അങ്ങനെ. യഹോവ നിന്റെ കൂടാരത്തിൽ, നിന്റെ വിശുദ്ധത്തിൽ, ഇത് പറഞ്ഞ അവസാനം, ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും, നമുക്കിഷ്ടമുള്ള ഇത്രയേ ഉള്ളൂ. യഹോവ നിന്റെ കൂടാരത്തിൽ, ആർ പാർക്കും നിന്റെ വിശുദ്ധത്തിൽ, പിന്നെ അവസാനത്തെ വാക്യം, ഇങ്ങനെ ചെയ്യുന്നവർ. ഇതിൻ്റെ ഇടയ്ക്ക് നോക്കണം, വായിച്ചു നോക്കണം. ഒരു 9-10 നിയമങ്ങൾ അവിടെ. നമുക്കിത് ബാധകമേ. കുലുങ്ങാതിരിക്കണമെങ്കിൽ ശരിയായ പാത പോയേ പറ്റൂ. അടിസ്ഥാനങ്ങൾ നീതിമാൻ. അപ്പൊ പാത തെറ്റിയാൽ നിലനിൽക്കുവോ? അതുകൊണ്ട് ലേഖനോട് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യെശയ്യാ പുസ്തകത്തിൽ വായിച്ചത്, നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യുക? ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഇനി അടുത്തത്, നിങ്ങളുടെ പാപങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ദൈവം വായിച്ചാ
നിങ്ങളുടെ പാപങ്ങൾ അത്രേ ആ. അവൻ കേൾക്കാതെ വണ്ണം ആ. അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പൊ നമ്മുടെ പാപങ്ങളാണ് നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കാൻ കഴിയാത്തത്? എന്താ ഈ പാപം? പാപത്തെക്കുറിച്ച് എബ്രായ ലേഖന അവിശ്വാസം എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്ന മിസ്സിങ് ആൻ എയിം. നമുക്കൊരു എയിമുണ്ട്. ആ എയിമിൽ നിന്ന് നമ്മൾ മാറിപ്പോയാൽ അതിനെ വിളിക്കുന്ന പേരാ പാപം. എന്താ നമ്മുടെ എയിം? അത് റിവാർഡാ, നിത്യത റിവാർഡാ. പക്ഷെ നമുക്കൊരു എയിമുണ്ട്. എന്താ? ദൈവത്തോടുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് അല്ലേ? നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നത്, വെയിലാറുമ്പോൾ എന്ത് ചെയ്യും ദൈവം? എന്ത് ചെയ്യും? അവർ നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ എന്ത് ചെയ്യും? നടക്കുമായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ സംഭവിച്ചത്, ആ കൂട്ടായ്മ എന്ത് ചെയ്തു? കർത്താവ് യേശു ക്രിസ്തു എന്തിനാ വന്നതെന്നറിയാമോ? ആ ബന്ധത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനാ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ സഭായോഗത്തിൽ പ്രസംഗിച്ച് ഇങ്ങനെ പറഞ്ഞത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ആരോട് സമാധാനമുണ്ട്? യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തോടെന്തുണ്ട്? അപ്പോൾ നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഇല്ല എങ്കിൽ, ഫെലോഷിപ്പ് ഇല്ല എങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മൾ പാപത്തിൽ എന്ത് ചെയ്തു? സ്തോത്രം. ദൈവമക്കളെ, ശാന്തമായി ഒന്ന് ചിന്തിച്ചു പോയി, ആ കർത്താവുമായിട്ട് ആഴമൊരു ബന്ധം നമുക്കിന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ആ ഒരു ഫെലോഷിപ്പ് നമുക്കുണ്ടോ? കർത്താവിനോട് കൂടെ നടക്കുന്ന അനുഭവം നമുക്കുണ്ടോ? ഉണ്ടോ? കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ നമ്മൾ അവൈലബിൾ ആകാറുണ്ടോ? ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തു? ട്രെയിനെ കുറിച്ച്, ട്രെയിൻ എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇതിനകത്ത് ഇന്ധനം തീർന്നാൽ ഇത് കുറെ എന്ത് ചെയ്യും? 1 കിലോമീറ്റർ ഒന്നുമല്ല, കിലോമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും? എന്നാന്നറിയോ? ഇത്രയും നാൾ ഇന്ധനത്തിന്റെ ആ സ്പീഡിൽ എന്ത് ചെയ്യുക? ആത്മീയ ലോകം പലപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നത്. പണ്ട് ഇന്ധനമൊക്കെ, ഇപ്പൊ ഇന്ധനമൊക്കെ എന്ത് ചെയ്തു? പക്ഷെ അന്നത്തെ സ്പീഡിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അങ്ങ് പൊക്കോണ്ടിരിക്കുക. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴും എന്തുണ്ടെന്നാ? നമ്മൾ പോലും അറിയുന്നില്ല എവിടെ തീർന്നത്. സ്തോത്രം. ഞാനിത് വളരെ ശാന്തമായി പറയുമെങ്കിൽ പോലും നിങ്ങളിത് സീരിയസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരും എടുക്കണം. നിങ്ങൾ നല്ല നമ്മൾ ഓരോരുത്തരും എടുക്കണം. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത്. ഇന്നലെ ഇതേ വിഷയം നമ്മൾ പറഞ്ഞു, ദൈവത്തോടുള്ള ബന്ധം. ഇന്ന് രാത്രിയിൽ അതേ കാര്യം നമ്മോട് പറയുന്നത്, ദൈവത്തോടുള്ള ബന്ധം. ആ കൂട്ടായ്മയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്തോത്രം. ഞാൻ എൻ്റെ ദൈവമക്കളോട് ഹൃദയം തുറന്ന് ഞാൻ ആത്മാവിലൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെ ഒരു ബന്ധത്തിൽ കൂട്ടായ്മ നമുക്ക് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇല്ല എങ്കിൽ കർത്താവിനോട് പറ, ദൈവം ഈ ബൈബിൾ ക്ലാസ് എൻ്റെ മാനസാന്തരത്തിന് കാരണമാകണം. നിങ്ങൾ മറ്റുള്ള ആരെയും നോക്കണ്ട, നമുക്ക് വ്യക്തിപരമായ ബന്ധമൊന്നേ. ഭർത്താവിന് ഭാര്യയെ സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയത്തില്ലെന്നേ, അപ്പനമ്മമാർക്ക് ഈ കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ എത്തിക്കാൻ കഴിയത്തില്ലെന്നേ. നമുക്ക് വ്യക്തിപരമായിട്ട് ബന്ധം. അതുകൊണ്ട് കർത്താവിനോട് പറ, ദൈവമേ എനിക്ക് ദൈവമായിട്ടൊരു കൂട്ടായ ബന്ധത്തിലേക്ക് മടങ്ങി വന്നേ മതിയാകൂ. എന്റെ പൊന്ന് ദൈവമക്കളെ, ദൈവസഭ ഒരുമിച്ചിരുന്ന് കരയണം. ആ കാര്യത്തിൽ ദൈവമക്കൾ ഓരോരുത്തരിന്ന് കരയണം. കർത്താവിനോട് പറ, ദൈവമേ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എന്നെ മടക്കി വരുത്തിയേ മതിയാകൂ. ഇനി ഈ ബന്ധം ഒന്നുമില്ലേലും നമ്മളിവിടെ വിശ്വാസികളെന്ന് പറയപ്പെടും. മരിച്ചാൽ നല്ലൊരു അടക്കവും കിട്ടും. ഇതിനപ്പുറത്തോട്ട് സഞ്ചരിക്കുന്ന ഒറ്റയ്ക്കാണെന്ന് ഓർത്തോണം. ഇതിനപ്പുറത്തോട്ട് സഞ്ചരിക്കുന്ന ഒറ്റയ്ക്കാണെന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ നിമിഷം നമ്മുടേത്, അടുത്ത നിമിഷം നമ്മുടേതല്ല. അടുത്ത നിമിഷം നമ്മുടേതല്ലെന്നേ. നിങ്ങൾക്ക് എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെന്ന് പറയാൻ കഴിയും, ഇപ്പോഴെന്റെ കർത്താവിന്റെ കാഹളനാഥൻ കേടൻ ഞാൻ കാണും? എത്ര പേർക്കും തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും? ഇല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ആ ഒരു മടങ്ങിവരലേക്ക് വരണം. കർത്താവേ, ഞാൻ അങ്ങയുടെ വചനം എടുത്തിട്ട് വെറുതെ ആയി പോകാൻ ഇടയാക്കരുത്.
എനിക്ക് അവിടെ കാണണം. വേഗത്തിൽ എന്റെ മനസ്സിൽ വന്നൊരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ഞാൻ അത് ഞാൻ വിവരിക്കുന്നില്ല. ഈ 1 കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായം, 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെ: എന്ന സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്യുക? ഞാനതിന്റെ പശ്ചാത്തലം ഒന്നും വിവരിക്കുന്നില്ല. പൗലോസ് പറയാം, ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഈ വഷളായി പോകുന്ന മലയാളത്തിൽ എഴുതിയിരിക്കുക. പക്ഷെ ഇതിന്റെ മൂലഭാഷയെ കൊടുത്തിരിക്കുന്ന പദം എന്നറിയാമോ? നിങ്ങൾ വേസ്റ്റായി പോകുമോ എന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുക? വ്യത്യാസമുണ്ടോ? വഷളായി പോകുകയും വേസ്റ്റായി പോകുന്ന വ്യത്യാസമുണ്ടോ? ലേഖകൻ പറയുക, നിങ്ങൾ ഇപ്പൊ ആരുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക? ക്രിസ്തുവുമായിട്ട്. വിവാഹം കാലതാമസം ഇല്ലാതെ എന്ത് ചെയ്യും? പക്ഷേ എന്റെ പേടി എന്നാന്നറിയാമോ? ഈ വിവാഹ നിശ്ചയമൊക്കെ ചെയ്തിരിക്കുക, അതൊക്കെ ശരിയാ. പക്ഷേ അതിനു മുമ്പ് നമ്മൾ വേസ്റ്റായി പോകുമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുക. ഈ പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് കൂട്ടായ്മ ബന്ധമില്ലാത്തതിന്റെ പേരിൽ ദൈവമക്കളെ നമ്മൾ വേസ്റ്റായി പോകരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വേസ്റ്റ് ആകാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ഉണ്ടായേ മതിയാകുകയുള്ളൂ: കർത്താവുമായിട്ടുള്ള ഏകാഗ്രത ബന്ധത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു എളിയ ദൈവദാസനെന്ന് ഞാൻ പറയാം, മറ്റൊന്നുമില്ലെങ്കിൽ കർത്താവിനോട് പറ, ദൈവമേ ആ ബന്ധത്തിലേക്ക് എന്നെ മടക്കി വരുത്തണം. ഞാൻ വേസ്റ്റായി പോകാൻ ഇടയാക്കരുത്, ഞാൻ ഇല്ലാതായി പോകാൻ ഇടയാക്കരുത്. എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയും? ഹല്ലേലൂയ. നിങ്ങളിതൊരു കളിത്തമാശയായിട്ട് എടുക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം യാഥാർത്ഥ്യമാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശ് മരണം യാഥാർത്ഥ്യമാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം മടങ്ങി വരും നടക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ മടങ്ങി വരും നടക്കുക തന്നെ ചെയ്യും. ആ മടങ്ങി വരും നടക്കുമെങ്കിൽ നമ്മൾ ആ കർത്താവിനെ എതിരേക്കാൻ, ആ മണവാട്ടിയായി നമ്മൾ നിൽക്കണമെങ്കിൽ, ആ മണവാളനുമായിട്ടുള്ള കല്യാണത്തെ നമ്മൾ കാണണമെങ്കിൽ, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നാം വന്നേ മതിയാകൂ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട്ടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ആരാന്നറിയാമോ? ഭാഗ്യവാന്മാരാ. ആ ഭാഗ്യാവസ്ഥ നമുക്ക് ലഭിച്ചിരിക്കുക. പക്ഷെ നഷ്ടപ്പെടരുത്. ഞാൻ അവിടെ നിൽക്കുന്നതിന് ഒറ്റ കാര്യം എനിക്ക് ഇത്രയും മാത്രമേ ഉള്ളൂ: പുറത്തുനിന്ന് ആരും അകത്തോട്ട് വന്നില്ലെങ്കിൽ പോലും അകത്തുനിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടരുത് ദൈവമക്കളെ. അതാ എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ഇതിനകത്ത് പുറത്തുനിന്ന് ആരും വന്നില്ലെങ്കിൽ പോലും അകത്തുള്ള ഒരുത്തനും നഷ്ടപ്പെടരുത്. അതെന്റെ വേദനയോടെ പറയുക. ഇന്ന് രാത്രി കർത്താവിനോട് പറ, ദൈവമേ എന്നെ ഒന്ന് മടക്കി വരുത്തിയേ മതിയാകൂ. ഈ വചനം കേട്ടിട്ട് ഹൃദയകാഠിന്യത്തോടെ നമ്മൾ ഇരിക്കരുത് ഇവിടെ കേട്ടോ. ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ കഴിയും ദൈവമക്കൾ നിലവിളിച്ചോണ്ട് കർത്താവിനോട് പറ, എന്റെ ദൈവമേ എന്നെ ആ കൂട്ടായി ബന്ധത്തിലേക്ക് മടക്കി വരുത്തു കർത്താവേ. ഓ ഒന്ന് നിലവിളിക്ക് ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രി കരയട്ടെ ദൈവസന്നിധിയിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ജനത്തെ തൊടട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള ശുദ്ധീകരണം ഇന്ന് രാത്രി സഭയ്ക്കകത്തുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള മടങ്ങി വരവ് ഇന്ന് രാത്രി കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്കുണ്ടാകട്ടെ. യഥാർത്ഥ റിവൈവൽ ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ഓ റീബാലാബ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചലിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഹൃദയങ്ങൾ ഇന്ന് രാത്രി തൊടട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹൃദയ കാഠിന്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ദുഷ്ട ഹൃദയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉരുകി മാറട്ടെ. ദൈവകൃപയുടെ ഒരു ആഴം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ നദി ഇതിനകത്ത് ഇറങ്ങട്ടെ. അതുകൊണ്ട് ഇവിടെ യെശയ്യാവ് പുസ്തകം വളരെ വ്യക്തമായി പറയുകയാണ്, കഠിന ഹൃദയം, ദുഷ്ടഹൃദയം നമ്മൾ വന്നാൽ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ളൊരു സെപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ അനന്തരഫലം, കോൺസിക്വൻസ്, ആത്മീക വളർച്ചയ്ക്ക് വൈകല്യമുള്ളവരായി മാറും. ദുഷ്ടഹൃദയം നമ്മളിൽ ഉണ്ടായാൽ സംഭവിക്കുന്നത് ആത്മീക വളർച്ചയ്ക്ക് എന്ത് ചെയ്യും? അത് വിവരിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പക്ഷെ ഒരു വാക്യം നിങ്ങളുടെ മുന്നിലേക്ക് വേഗത്തിൽ ഓർപ്പിക്കാം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നൊരു വാക്യമുണ്ട്. 4-ാം അധ്യായം 18-19 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ വായിക്കാം. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയ മോഹങ്ങളും അകത്ത് കടഞ്ഞെന്നും വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. ഇനിയും ദുഷ്ടഹൃദയം ഉണ്ടെങ്കിൽ സംഭവിക്കുന്ന അടുത്ത കാര്യം, നമ്മുടെ ആത്മീയ വളർച്ച എന്ത് ചെയ്യും? നമുക്ക് എങ്ങനെ ആത്മീയ വളർച്ച ഉണ്ടാകുന്നത്? ആത്മീക വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വചനത്തിന്റെ കേൾവിയാണ്. വചനം നമ്മുടെ യുഗത്ത് എല്ലുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് വചനത്താല നമ്മൾ എന്ത് ചെയ്യുന്നത്? ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പൊ വചനമാണ് നമ്മളെ ആത്മീയ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് എബ്രായ ലേഖനം തന്നെ പഠിക്കുമ്പോൾ കാണുന്നൊരു കാര്യമുണ്ട്. മന്നത എന്നൊരു സംഭവം എബ്രായ ലേഖനം പറയുന്നുണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ചിന്തിക്കാം. മന്നത എന്നീ മന്നതെന്നറിയാമോ? ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുക? മന്നതയാ. ഞാനത് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. നല്ല ഉപദേശമൊക്കെ കേൾക്കുമ്പോൾ ഓ എന്നാ ബോറായിരുന്നു ഇന്നത്തെ മെസ്സേജ്. നല്ലൊരു ജോക്ക് ക്രാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ദൈവവചനം നന്നായി കേൾക്കാൻ തുടങ്ങുമ്പം ഉറക്കം വരും. അത് ദഹിക്കത്തില്ല. അതൊട്ട് മനസ്സിലാകും. മനസ്സിലായോ? എന്നാൽ ചില കളിത്തമാശ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യും? അപ്പൊ എന്തിലാ സന്തോഷം? എന്തിലാ സന്തോഷം? നിങ്ങൾക്ക് കാര്യം മനസ്സിലാന്ന് വിശ്വസിക്കുക. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരും. ഇവർക്ക് കേൾക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ദൈവം അനുഗ്രഹിക്കുന്നത് മാത്രമേ കേൾക്കാൻ, എന്നാൽ നേരെയാകണമെന്ന് പറഞ്ഞ് ഇവർക്കോട്ട് കേൾക്കാനും. ഇത് ആത്മീക വളർച്ചയുടെ വൈകല്യത്തെ സൂചിപ്പിക്കുക. വേണ്ടേ, ഈ കുഞ്ഞിന് ഇപ്പം പാലൊക്കെ കുടിക്കേണ്ട സമയം. ഇപ്പം കുറച്ചും കൂടെ ചെറിയ പ്രായമായിരുന്നപ്പോൾ പാല് കുടിച്ച അവൻ എത്രയൊക്കെ എന്ത് ചെയ്ത്, ഇപ്പോഴും അവൻ ഒരു ഗ്ലാസ് പാലും കൊണ്ട് അവൻ്റെ ജീവിതമൊക്കെ എന്ത് ചെയ്യും. പക്ഷെ അവിടെ പ്രായമായിരിക്കുന്ന അച്ഛൻ ഇപ്പം പാല് മാത്രം കട്ടിയായിട്ടുള്ള. ആത്മീയത്തിൽ വളരും തോറും നമ്മൾ എന്ത് ചെയ്യണം? കട്ടിയായിട്ടുള്ള ഈ കട്ടിയായിട്ടുള്ള ആഹാരം ചെല്ലുമ്പോൾ തൊണ്ടയ്ക്ക് കുരുങ്ങി ഓർത്തോണം. ആത്മീയമായിട്ട് എന്താ? എന്തില്ല? അയ്യോ വൈകല്യമാണെന്ന്. പക്ഷെ വർഷം എത്ര പറയാനുണ്ട്? 40 വർഷമായി ഞാൻ എവിടാ?
പക്ഷെ ഇന്നും കട്ടിയായിട്ടുള്ള ആഹാരം എന്ത് ചെയ്യത്തില്ല, അത് കഴിക്കുമ്പോഴേ തൊണ്ടയ്ക്ക് എന്ത് ചെയ്യുക, കുരുങ്ങ. പറഞ്ഞതിന്റെ അർത്ഥം ദൈവവചനം ശക്തമായി കേൾക്കുമ്പോൾ അതിനെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം ആത്മീയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ലെന്നാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയും, ഇവിടെ പറഞ്ഞല്ല, ഞങ്ങളുടെ സഭയിൽ പറഞ്ഞൊരു കാര്യം പറയാം. ഈ ചിലർക്ക് ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴേ ഉറക്കം വന്നു വരും. അത്രയും നേരം ഒരു ഇതിൻ്റെ ബീറ്റിനനുസരിച്ചൊക്കെ താളവും മേളവും ഒക്കെ എന്ത് ചെയ്യും, ഒരു ഡാൻസ് ഒക്കെ എന്ത് ചെയ്യും, അതിനനുസരിച്ചൊക്കെ കൈയൊക്കെ എന്ത് ചെയ്യും. പ്രസംഗം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ എന്ത് ചെയ്യും, ദൈവവചനം കേൾക്കുമ്പോഴേ എന്ത് ചെയ്യും. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എവിടെയോ പന്തികേടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ. എനിക്കറിയാം നമുക്ക് ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം, പക്ഷെ ഇത് യാഥാർത്ഥ്യമാണ്. ഇത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു ദൈവവൈതലിനെ നിർത്തുന്നത് എന്താ? അതുകൊണ്ട് കർത്താവ് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്ന എന്തുകൊണ്ടല്ല, അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. അപ്പോൾ ദൈവമക്കളെ നിർത്തുന്നത് എന്താ? അപ്പൊ ഇത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം 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 സ്തോത്രം. ഈ അധ്യായത്തിലുള്ള എബ്രായ ലേഖനത്തിന് ഈ കാര്യം പറയുന്നുണ്ട്. മന്ദത സംഭവിച്ചാൽ എന്താ ആത്മീയമായിട്ട് എന്തുണ്ടാവുക? ഇതിനെ ഭക്ഷിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് മറ്റൊരു ഭാഗത്തിൽ പറയുന്നുണ്ട്, വചനമില്ലാതിരുന്നിടത്ത് ജനം എന്ത് ചെയ്തു? വഷളായി, മര്യാദ കെട്ട് എന്ത് ചെയ്തു? അപ്പം എന്താ ദൈവജനത്തെ നിർത്തുന്നത്? ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. മാനുഷ്യമായി നമുക്ക് പല ഇമോഷൻസ് എല്ലാം ഉണ്ട്. പലപ്പോഴും ടെൻഷനാകുന്നു, പലപ്പോഴും നമ്മൾ അടി പതറുന്ന അവസ്ഥകളൊക്കെ വരാറുണ്ട്. പക്ഷെ വചനം ഒരുത്തിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിലുണ്ടല്ലോ, സംഭവിക്കുന്ന മാറ്റം എന്താണെന്നറിയാമോ? ഇനി എത്ര പ്രശ്നമുണ്ടായാലും അവനെ നിർത്തുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. അത് അവന്റെ അകത്ത് കത്തുന്ന ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ഈ സഭയുടെ പാസ്റ്ററേയും ദൈവസഭയുടെ സെക്രട്ടറിയെയും കമ്മിറ്റി മെമ്പർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം എന്താണെന്നറിയോ? ഇന്ന് എല്ലായിടത്തും റിവൈവൽ മീറ്റിംഗ് മതി, ബൈബിൾ ക്ലാസ് വേണ്ട. എന്ത് മതി? ഈ റിവൈവൽ എന്ന പേര് തന്നെ ഓർത്തോണം. റിവൈവൽ എന്ന വാക്കിന്റെ അർത്ഥം ട്രാൻസ്ഫോർമേഷനാ. പക്ഷെ നമ്മൾ ആ വാക്ക് എന്ത് ചെയ്യുക? നമ്മുടെ റിവൈവൽ എന്താണെന്നറിയോ? നമ്മുടെ ചിന്ത, നമ്മുടെ റിവൈവൽ എന്ന് പറയുന്നത് ഒരു ഡ്രംസ് ഇട്ട് അല്ലെങ്കിൽ ഒരു ബീറ്റ് ഇട്ട് അന്യഭാഷയെ ആരാധിക്കുന്ന എന്തെന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം അന്യഭാഷയെ ആരാധിക്കേണ്ടതല്ല കേട്ടോ. ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ അറിയാം, എനിക്ക് ഒരു നാണമില്ല, അതും വേണം. പക്ഷെ യഥാർത്ഥത്തിൽ റിവൈവൽ എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ റിവൈവൽ മാനസാന്തരമാണ്. ദൈവവചനം നിങ്ങൾ പഠിച്ചു നോക്ക്. യഥാർത്ഥ റിവൈവൽ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മാനസാന്തരമാണ്. എവിടെ മാനസാന്തരം ഉണ്ടാകുന്നോ അവിടെ ദൈവത്തിന് വിടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്റെ ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ കത്തേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ ഉള്ളിൽ നമ്മെ നിർത്തേണ്ട ദൈവത്തിന്റെ വചനമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ സഭയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള കാരണം, ഇങ്ങനെ ബൈബിൾ സ്റ്റഡിയൊക്കെ ദൈവം നിങ്ങൾ നടത്തുന്നത്, നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളുടെ ദൈവവചനം ഞാൻ പ്രസംഗിക്കുന്നത്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ഇതൊരു ആനുവൽ ചടങ്ങായി മാറരുത്. നിങ്ങൾ എത്രയും പൈസ ചെലവാക്കി, നിങ്ങൾ എത്രയും സമയം ചെലവാക്കി ഈ ദൈവവചനത്തെ മുൻപിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രോഗ്രാമായി മാറരുത്. ഞാൻ ആത്മാവിൽ പറയാം, അത് പ്രോഗ്രാമായി മാറരുത്, മറിച്ച് സഭയ്ക്കകത്തുണ്ടാകുന്ന ചേഞ്ചായി മാറണം. അത് സഭയ്ക്കകത്തുണ്ടാകുന്ന മാറ്റമായി മാറണം. ഓരോ ദിവസം ദൈവസന്നിധി പുതുക്കം ചെല്ലുന്ന ഒരു അനുഭവത്തിലേക്ക് സഭയെ നയിക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്ന ആത്മീയമായ വളർച്ച.
വൈകല്യം ഉണ്ടാകുന്നതാണ് കഠിന ഹൃദയത്തിന്റെ എന്തെന്ന് പറയുന്നത്. ഇവിടെ സുവിശേഷത്തിൽ പറഞ്ഞ് നിങ്ങൾ നോക്കി, ആ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്. അവിടെ പറയുകയാണ്, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ, അപ്പൊ എന്ത് കേൾക്കുന്നുണ്ട്? വചനമൊക്കെ, അതിനൊന്നും ഒരു കുറവും ഇല്ല. പക്ഷെ സംഭവിക്കുന്നത് എന്നാന്നറിയാമോ? ഇഹലോകത്തിന്റെ ചിന്ത. 2, ധനത്തിന്റെ വഞ്ചന. 3, മറ്റു വിഷയമോഹങ്ങളും അകത്തെന്ത് ചെയ്യുക? വചനം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമുക്കിപ്പോ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഈ രഹബോത്ത് എന്ന് പറയുന്ന ഈ ചർച്ചിന്റെ ആലയത്തിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇരിക്കുക. എന്ത് കേൾക്കുന്നുണ്ട്? പക്ഷെ ഹൃദയം എവിടെ അല്ല. ഉണ്ടോ? പലവിധ ചിന്തകൾ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതൊക്കെ ഇവിടെ പ്രഘോഷിക്കുന്നുണ്ട്, പക്ഷെ ഇത് എവിടോട്ട് കിടക്കുന്നില്ല. ഇത് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എവിടെയൊക്കെയോ പന്തുകേടുണ്ടെന്നുള്ളതാ. ഈ പന്തുകേട് ഉള്ളത് കൊണ്ട് പലതും പരിഹരിക്കപ്പെടാത്തത്. ഈ കൊരിന്ത്യ സഭയുടെ പ്രത്യേകത, സമയം പോയി, ഞാൻ അവസാനിപ്പിക്കാം, ഒറ്റ സെക്കൻഡ് നിർന്നിക്കും. കൊരിന്ത്യ സഭയുടെ പ്രത്യേകത എന്നറിയാമോ? എനിക്ക് കൊരിന്ത്യ സഭ ഭയങ്കര ഇഷ്ടമാണ്. 1-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ നോക്കിയാൽ 4 പ്രത്യേകതകൾ ഈ കൊരിന്ത്യ സഭയെ പറ്റി കാണുന്നുണ്ട്. 4 പ്രത്യേകതകൾ. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തെ ഒന്ന് പറഞ്ഞിട്ടും അവസാനിപ്പിക്കാം. 1-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് നോക്കിയും അവിടെ നിങ്ങൾ 4 പ്രത്യേകതകൾ ഈ കൊരിന്ത്യ സഭയെ പറ്റി പറയുന്നുണ്ട്. 1-ാമത്തെ കാര്യം നോക്കണമേ. 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങൾ ഉറപ്പായിരിക്കുന്ന പോലെ അവനിൽ നിങ്ങൾ സകലത്തിലും, അടുത്തത് വിശേഷാൽ സകല വചനത്തിലും. അപ്പൊ 1-ാമത്തെ പ്രത്യേകത, ഇവരുടെ പ്രത്യേകത എന്താ? ദൈവവചനം നന്നായി അറിയാവുന്നവരാരെന്ന് പറയുന്നത്. 2-ാമത്തെ പ്രത്യേകത, സകല പരിജ്ഞാനത്തിലും. ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനവും പരിജ്ഞാനവും വ്യത്യാസമുണ്ട്. വിവരിക്കുന്നില്ല, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്ന ദൈവാശ്രയത്തിൽ ചെയ്യാൻ കഴിവുള്ള വിശ്വാസികൾ ആരെന്ന് പറയുന്നത്? എന്ത് വിഷയം വന്നാലും എങ്ങനെ ചെയ്യാൻ? ദൈവാശ്രയത്തിൽ അതിനെ ഡീൽ ചെയ്യാൻ കഴിയുന്ന വിശ്വാസികൾ ആരെന്ന് പറയുന്നത്? അപ്പൊ പരിജ്ഞാനത്തിൽ ആരാ? സമ്പന്നരാ. 3-ാമത്തെ കാര്യം നോക്കണമേ. ഒരു കൃപാവരത്തിനും വ്യാഖ്യാനിക്കണോ? ആൾക്കാർ എവിടെ ഉണ്ട്? പ്രവചിക്കണോ? പ്രസംഗിക്കണോ? എല്ലാത്തിനും ആൾക്കാർ എവിടെ ഉണ്ട്? അടുത്ത നോക്കണം. എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് 4-ാമത്തെ പോയിന്റാ. അവിടെ പറയുക, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്കായി എന്ത് ചെയ്തിരുന്നല്ല. ഇപ്പൊ കർത്താവ് വന്ന് ഞങ്ങളുടെ പോവും. ഇത്രയും പ്രത്യാശയുള്ള ജനം ആരെന്ന് പറഞ്ഞത്? എന്റെ ഭാഷയാണേ. ഒരു ഉപവാസ പ്രാർത്ഥന വിളിച്ച ഗസ്റ്റ് പാസ്റ്ററെ വിളിക്കേണ്ടാത്ത അന്നത്തെ ഒരു സഭ ഉണ്ടായിരുന്നെങ്കിൽ ഏത് മാത്രമേ ഉള്ളായിരുന്നു. ആ വാക്ക് കൊണ്ട് ദൈവം അവസാനിപ്പിച്ചു. ഇത്രയും സമ്പന്നമായ സഭയ്ക്കകത്തുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾ ബാക്കി അധ്യായങ്ങൾ മൊത്തം വായിക്കുന്നു. 1-ാമത്തെ പ്രശ്നം, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തില്ല, പിണക്കവാ. പക്ഷെ എന്തിനു കുറവില്ല? കൃപാവരത്തിന്, വചനത്തിന്, പ്രത്യാശ ഗീതത്തിന് ഒരു കുറവും. പക്ഷെ തമ്മിൽ എന്ത് ചെയ്യത്തില്ല. ഇവിടെ എഴുതിയ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുക. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? വചനമൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമായി എന്ത് ചെയ്യുന്നില്ല. ഇന്ന് രാത്രി കൊരിന്ത്യ സഭയുടെ അവസ്ഥയല്ല നമുക്ക് വരേണ്ടത്. കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരുടെ വിലവിട്ട് പറയണം, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, മടങ്ങി വരാൻ ഞാൻ തയ്യാറാണെന്ന് പറയണം. നിങ്ങൾ എഴുതി കിട്ടോ, ഈ നിമിഷം പറഞ്ഞ് എഴുതി കിട്ടോ. യഥാർത്ഥത്തിൽ ഹൃദയം പൊട്ടി അങ്ങൊരു മടങ്ങിയൊരു വന്നാൽ, നിങ്ങൾ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ എഴുതി കിട്ടോ, നിങ്ങൾ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഇടയിൽ നടക്കും. ഒരു ക്രമീകരണത്തോടെ ദൈവത്തിലേക്ക് വന്നാൽ ഞാൻ ആത്മാവിൽ പറയാം, ഇന്ന് വരെ നിങ്ങൾ കാണാത്ത ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ഇറങ്ങും. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങും. മെൽറ്റ് ചെയ്യേണ്ട പലതിനും ദൈവത്തിന്റെ ആത്മ മെൽറ്റ് ചെയ്യപ്പെടും.
ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമക്കളെ, ഞാനിവിടെ നിർത്തുമ്പോൾ ആത്മാവിൽ ഒരു കാര്യം നിങ്ങളോട് എൻകറേജ് ചെയ്യാം. വചനം പഠിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി മാറണം. അങ്ങനെയെങ്കിൽ കോൺസിക്വൻസ് ബാക്കി നമുക്ക് നാളെ ചിന്തിക്കാം. ദൈവത്തിന്റെ ആത്മാ പറയുന്നത് നമ്മുടെ ഇത് ഹൃദയ കഠിനമാകരുത്. വചനത്തിൽ നാം നിന്നേ മതിയാകുള്ളൂ. വചനം നമ്മൾ രൂപാന്തരം ഉണ്ടാക്കിയേ മതിയാകുള്ളൂ. നമ്മുടെ ജീവിതത്തിലെ വേണ്ടാത്ത സ്വഭാവങ്ങൾ മാറട്ടെ. അഹങ്കാരം മാറണം, അഹംഭാവം മാറണം, മനഃപൂർവ്വമായി ക്ഷമിക്കാനുള്ള കൃപ വരണം. ദൈവസ്നേഹത്തിൽ ഈ സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ദൈവ കൃപ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ദൈവസനെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും അതാ സ്ഥാനങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് ദൈവസനെ പ്രാർത്ഥിക്കാൻ പോകുക. വളരെ ശാന്തമായി ദൈവസനിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ, നിങ്ങളുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കുക. പാട്ട് പാടുന്നതിന് മുൻപ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത്. ഈ വചനം കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടഞ്ഞാട്ടെ. എല്ലാ കണ്ണുകളും ദൈവസനിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസനിൽ അടയട്ടെ. നിങ്ങളുടെ ജീവിതത്തെ ഒന്നും കൂടെ ഒന്ന് ദൈവസനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കേ. ഒന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവേ, ഹൃദയ കാഠിന്യമുണ്ടായി ഈ അവസരങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവസനെ നിലവിളിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾ ദൈവസനെ നിലവിളിക്കുക. ബന്ധം വ്യക്തിപരമായ ദൈവമക്കളെ ഞാൻ ഒന്നും കൂടെ ഓർപ്പിക്കാം. ബന്ധം വ്യക്തിപരമായ നിന്റെ സഹോദരനോ സഹോദരിയെ പ്രാർത്ഥിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ നീ നോക്കണ്ട. മറിച്ച് ഇന്ന് രാത്രി ദൈവസനെ നിലവിളിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവസനെ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വ്യാപരിച്ചു തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിനാൽ ഹൃദയങ്ങളിൽ ക്രിയ ചെയ്തു തുടങ്ങട്ടെ. ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ട് ദൈവജനത്തിൽ പറയുന്നത്, ഇന്ന് രാത്രി ചിലതിനെ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തെ കീറി മുറിക്കുകയാട്ടെ. നമ്മുടെ പഴയ ചില സ്വഭാവങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. നമ്മുടെ ചില പഴയ സ്വഭാവങ്ങൾ ഇന്ന് രാത്രി മാറട്ടെ. അഹംഭാവം മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു യഥാർത്ഥ റിവൈവൽ ഇന്ന് രാത്രി സഭയ്ക്കകത്ത് ചലിച്ചു തുടങ്ങട്ടെ. യഥാർത്ഥ റിവൈവൽ ഇന്ന് രാത്രി ഉണ്ടായി തുടങ്ങട്ടെ. ഇന്ന് രാത്രി ഞാൻ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്റെ ആത്മാവിൽ, എന്റെ ശരീരത്തിൽ ഞാൻ അത് ആഴമായി അനുഭവിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഇവിടെ നടന്നതുപോലെ ഇന്ന് രാത്രിയിൽ ഇവിടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. യെസ്, യെസ്. നിങ്ങൾക്ക് ഇന്ന് രാത്രി കരയാൻ കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കുക. നമ്മുടെ ജീവിതം ക്ഷണികമാ, പക്ഷെ ദൈവത്തോടുള്ള നിത്യമായ ഘനമോർത്താൽ മറ്റൊന്നും എനിക്ക് വേണ്ടെന്ന് ചിന്തിക്കാൻ കഴിയും ദൈവമക്കൾ ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിലവിളിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ മടക്കി വരുത്തണമേ. പ്രാർത്ഥനയോട്